സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ കാർ എന്നുള്ള പദവി മാരുതി 800-നാണ്. 1984-ലാണ് മാരുതി 800 വിപണിയിലെത്തിയത്. അതിനുശേഷം വർഷങ്ങളോളം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വാഹനം എന്നുള്ള പേര് 800-നായിരുന്നു. ആ പേരിന് മാറ്റം വന്നത് മാരുതിയുടെ തന്നെ ഓൾട്ടോ വന്നപ്പോഴാണ്. 800-നുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനോട് കൂടിയാണ് ഓൾട്ടോ വന്നത്. ഓൾട്ടോയ്ക്കും പല പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ പോലും വർഷങ്ങളായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വാഹനം ഓൾട്ടോയാണ്. യാതൊരു എതിരാളികളുമില്ലാതെ, കാര്യമായ വെല്ലുവിളികളൊന്നുമില്ലാതെ ഓൾട്ടോ ഇത്രയും വർഷങ്ങളായിട്ട് മുൻനിരയിൽ തുടരുകയായിരുന്നു. ഒരു ചെറിയ വെല്ലുവിളിയെങ്കിലും ഇടയ്ക്ക് ഓൾട്ടോയ്ക്ക് വന്നത് ഷെവർലെയിൽ നിന്നാണ്, സ്പാർക്ക് എന്നുള്ള മോഡലുമായിട്ട്. എങ്കിലും ഓൾട്ടോയുടെ ആ ഒരു കുതിപ്പിനെ തടയിടാനൊന്നും ഒരിക്കലും സ്പാർക്കിനും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ മാരുതിയുടെ പരമ്പരാഗത വൈരി എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടായിയാണ്. ഹ്യുണ്ടായി എന്നൊരു കമ്പനി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ മാരുതിക്ക് കാര്യമായ വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വരുമായിരുന്നില്ല. ആദ്യകാലത്ത് മാരുതി 800-ൻ്റെ കുതിപ്പിന് കുറച്ചെങ്കിലും വേഗം കുറച്ചത് ഹ്യുണ്ടായിയുടെ സാൻഡ്രോ വന്നപ്പോഴാണ്. ഏതായാലും ഓൾട്ടോയുടെ കുതിപ്പിന് ഒരു തടയിടാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഹ്യുണ്ടായിയുടെ ഇയോണാണ്. ഓൾട്ടോയുടെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് സീറ്റിംഗ് പൊസിഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഓൾട്ടോയുടെ വളരെ മുന്നിൽ നിൽക്കുന്ന ഇയോണാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇയോണിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹ്യുണ്ടായിയുടെ എല്ലാ സ്മോൾ ഹാച്ച് ബാക്കുകളിലും ഉപയോഗിച്ചിരിക്കുന്ന അതേ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഇയോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2380 മില്ലിമീറ്ററാണ് ഇയോണിൻ്റെ വീൽ ബേസ്. എന്നാൽ വീൽ ബേസ് അത്രയും ഉണ്ടെങ്കിലും വലുപ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നീളത്തിൻ്റെ കാര്യത്തിൽ സാൻഡ്രോയേക്കാൾ ഒരല്പം കുറവാണ് ഇയോണിൻ്റെ നീളം എന്നുള്ളതാണ് സത്യം. ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തോന്നുന്നില്ല. ഉള്ളിൽ വളരെ വിശാലമായ സ്പേസ് തോന്നിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇയോൺ. ഇനി നമുക്ക് മറ്റ് ഡിസൈൻ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, മുൻഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ കാറാണ് ഇയോൺ എന്ന് തോന്നുകയില്ല. ഏതാണ്ട് i10-ൻ്റെ അതേ മുഖം ആണ് ഇയോണിനുമുള്ളത്. അത് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സാമ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ തോന്നിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. വളരെ ചെറിയ ഒരു ബോണറ്റാണ് ഇയോണിനുള്ളത്. അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ ഹ്യുണ്ടായിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഹെക്സഗോണൽ ഗ്രില്ല് നമുക്കിവിടെ കാണാം. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വളരെ വലിയ ഒരു ഹെഡ്ലൈറ്റാണ്. അതൊരു ചെറിയ വാഹനത്തിന് ഈ ഒരു വലിപ്പം തോന്നിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹെഡ്ലൈറ്റാണ്. അതിൻ്റെ താഴെ സാമാന്യം വലിയ ഒരു എയർ ഡാം കാണാം. പിന്നെ വളരെ മനോഹരമായ, മറ്റു വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ആകൃതിയിലുള്ള ഒരു ഫോഗ് ലാമ്പും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ വാഹനത്തിന് മൊത്തത്തിൽ ഒരു മോഡിഫൈ ചെയ്തൊരു വാഹനത്തിൻ്റെ പോലെ തോന്നിക്കുന്ന സ്കേർട്ടിങ് നമുക്ക് മുൻഭാഗത്ത് കാണുന്നുണ്ട്. എന്നാൽ അത് വളരെ താഴ്ന്നാണ് നിൽക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ അടിവ് തട്ടുന്ന പോലെയോ അല്ലെങ്കിൽ മുൻഭാഗം തട്ടുന്ന പോലെയോ ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ് എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളിലെല്ലാം, അല്ലെങ്കിൽ വെർണയിൽ ആദ്യമായി കണ്ടുവരുന്ന ഫ്ലൂയിഡിക് ഡിസൈൻ അതേപടി തന്നെയാണ് ഈ വാഹനത്തിലും പകർത്തിയിരിക്കുന്നത്. അത് വളരെ മനോഹരമായി ഒഴുകിയിറങ്ങുന്ന, കണ്ണിന് ഒട്ടും ആയാസം തോന്നിക്കാത്ത തരത്തിലുള്ള തട്ടുതടവുകളൊന്നുമില്ലാത്ത ഒരു ഡിസൈനെന്ന് നമുക്ക് ഫ്ലൂയിഡിക് ഡിസൈനെ വിളിക്കാം. ആ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്നും തോന്നുന്നു. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു വിൻസ്ക്രീനാണ് മുൻഭാഗത്തുള്ളത്. ആ വിൻസ്ക്രീനും അതുപോലെ തന്നെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ബോണറ്റും അതിനോട് ഒപ്പം നിൽക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നിൽക്കുന്ന ഒരു മുൻഭാഗവും, ഇത്രയുമാണ് മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇയോണിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ആരും സങ്കല്പിച്ചു പോകുന്ന മാരുതിയുടെ ഓൾട്ടോയുമായിട്ട് ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ വളരെ മുന്നിൽ തന്നെയാണ് ഇയോണിൻ്റെ സ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും ഹ്യുണ്ടായിയുടെ തന്നെ i10 എന്ന് പറയുന്ന വലിയ മോഡലിൻ്റെ ഒരു കുഞ്ഞിനെയാണ് ഇയോൺ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഷോൾഡർ ലൈനുകളും അതുപോലെ ബോഡി ലൈനുകളും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലുള്ള നീളം അല്പം കുറവാണെന്ന് മാത്രം. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് ഇയോണിനുള്ളത്. അത് ഈ വിൻസ്ക്രീനിൻ്റെ അതേ ചെരിവോട് കൂടി താഴേക്ക് ഇറങ്ങുകയാണ്. പിന്നെ വശങ്ങളിൽ നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യം, ഈ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള, വളരെ തിക്കായിട്ടുള്ള ഒരു ഷോൾഡർ ലൈനാണ്. അതുപോലെ തന്നെ ഈ വശങ്ങളിൽ നിന്നും മറ്റും തുടങ്ങുന്ന ചെറിയ ബോഡി ലൈനുകൾ ഇടയ്ക്ക് അവസാനിക്കുന്നു. അതുപോലെ താഴെയുമുണ്ട് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വേസ് ലൈൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ ഫ്ലൂയിഡിക് ഡിസൈൻ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ കമ്പനി പറയുന്ന അതേ ഡിസൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവയാണ്. ഈ വാഹനത്തിൻ്റെ ഭാരം 715 കിലോ മുതൽ 795 കിലോ വരെയാണ് വിവിധ വേരിയൻറ്റുകളുടെ ഭാരം എന്ന് പറയുന്നത്. വളരെ കൃത്യമായി ഓൾട്ടോയുടെ ഭാരം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും വളരെ മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഹ്യുണ്ടായി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ഈ സെഗ്മെന്റിൽ വരുന്ന മറ്റു വാഹനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ, വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴായാലും മുന്നിൽ നിന്ന് നോക്കുമ്പോഴായാലും ഏറ്റവും കൂടുതൽ വലിപ്പം തോന്നിക്കുന്ന മോഡൽ ഇയോൺ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഏതൊരു വാഹനത്തിൻ്റെയും രൂപകൽപ്പനയിൽ പിഴവുകൾ ഉണ്ടാകുന്ന പിൻഭാഗത്തിനാണ്. മുൻഭാഗം എത്ര ഭംഗിയാക്കിയാലും പിൻഭാഗം എത്തുമ്പോഴേക്കും മുൻഭാഗത്തിൻ്റെ ഒരു അഗ്രസീവ് ഭാവമോ അല്ലെങ്കിൽ ഭംഗിയോ ഒക്കെ പിൻഭാഗത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഇയോണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇയോണിൻ്റെ പിൻഭാഗവും വളരെ മനോഹരമാണ്. മാരുതിയുടെ എ സ്റ്റാർ എന്ന് പറയുന്ന മോഡലുമായിട്ട് ചെറിയ രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രമാണെന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും മാരുതി അനുകരിക്കേണ്ട ഒരു കാര്യമൊന്നും ഹ്യുണ്ടായിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. വളരെ വലിയ വാഹനങ്ങൾ കാണുന്ന പ്രീമിയം വാഹനങ്ങൾ കാണുന്ന തരത്തിലുള്ള വളരെ വിശാലമായ ഒരു ടെയിൽ ലാമ്പാണ്. വളരെ മനോഹരമായിട്ട് അത് പിൻഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുമുണ്ട്. പിൻഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും തോന്നുന്ന രീതിയിലുള്ള ഒരു റിയർ സ്പോയിലറും തോന്നിക്കുന്ന ഒരു മേൽഭാഗം കാണാം. അതിൽ വളരെ വലിയ ഒരു സ്റ്റോപ്പ് ലാമ്പുണ്ട്. അതുപോലെ താഴെയും ഒരു സ്പോയിലറിൻ്റെ ഘടകത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്കേർട്ടിംഗ് ഉണ്ട്. ആ സ്കേർട്ടിങ്ങൊക്കെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ തോന്നിക്കും എങ്കിലും അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ പിൻഭാഗം വളരെ മനോഹരമെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ബൂട്ട് സ്പേസ് ആണ്. 215 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. എന്ന് പറഞ്ഞാൽ അത് സാൻഡ്രോയുടെ അതേ ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ, ഒന്ന്, സാൻഡ്രോയേക്കാൾ അല്പം നീളം കുറഞ്ഞ വാഹനമാണ് ഇയോൺ. അതുപോലെ തന്നെ ഭാരത്തിൻ്റെ കാര്യത്തിൽ ഓൾട്ടോയുടെ അതേ ഭാരം തന്നെയാണ്. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായുടെ തന്നെ സാൻഡ്രോയുടെ അതേ ബൂട്ട് സ്പേസുമുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ഇയോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഏറ്റവും പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഉൾഭാഗമാണ് പുതിയ ഇയോണിൻ്റേത്. ഒരിക്കലും നമ്മളൊരു സ്മോൾ കാർ പ്രതീക്ഷിക്കാത്ത അത്ര ക്വാളിറ്റിയും അത്ര മനോഹരവുമാണ് ഇൻറ്റീരിയർ എന്ന് പറയാം. ഓരോ ഘടകങ്ങളെടുത്ത് നോക്കിയാലും ഇത്ര അധികം ക്വാളിറ്റിയുള്ള ഉൾഭാഗം ഈ ഹ്യുണ്ടായുടെ അല്ലെങ്കിൽ മാരുതിയുടെ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയധികം ഗംഭീരമായിട്ടാണ് ഹ്യുണ്ടായി ഇയോണിൻ്റെ ഉൾഭാഗത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇനി ഓരോ ഭാഗമായിട്ട് നോക്കാം. 2 കളറിലുള്ള ഉൾഭാഗമാണ്, അഥവാ 2 കളർ സ്കീമുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്കാണ് മേൽഭാഗത്ത് ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബീച്ച് കളർ താഴെയായിട്ടും കാണാം. ഡോർ പാഡുകളിലും ഇതേ കളർ സ്കീം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ കൺസോളിൽ നിന്ന് ആരംഭിക്കുന്ന വളരെ വലിയ ഒരു കൺസോളുണ്ട്. അത് നമുക്കിവിടെ കാണാം. അതിൻ്റെ മുകളിലായി 2 AC വെൻറ്റുകൾ, അതിൻ്റെ താഴെയായിട്ട് ഒരു സിസ്റ്റം, CD സിസ്റ്റം കാണാം. അതിൻ്റെ താഴെ AC-യുടെയും മറ്റും കൺട്രോൾ സ്വിച്ചുകളാണ്. സൈഡിൽ USB-യുടെയും അതുപോലെ ഓക്സിലറിയുടെയും മറ്റും സ്ലോട്ടുകളും കാണാം. താഴെയായിട്ട്, ഏറ്റവും താഴെയായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ കൺസോൾ അവസാനിക്കുന്ന ഭാഗത്തായിട്ട് വളരെ വിശാലമായ ഒരു സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അതിലൊരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റും കാണാം. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും വളരെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ അവസാനത്തായിട്ട് അത്യാവശ്യം വലിയൊരു കപ്പ് ഹോൾഡറുമുണ്ട്. പിന്നെ ഡോർ പാഡിലുമുണ്ട് സാമാന്യം വലിയ ഒരു കപ്പ് ഹോൾഡർ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് മോഡലായതുകൊണ്ട് ഇതിൽ ഒരു എയർ ബാഗ് ഉണ്ട്. അത് ഈ ഡ്രൈവറിനാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരു ഹെഡ് റൂമുണ്ട്. ഒരിക്കലും എത്ര ഉയരമുള്ള ആൾക്ക് ഇരുന്നാലും തലമുട്ടാത്ത വളരെ വിശാലമായൊരു ഹെഡ് റൂമുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്തെ യാത്രക്കാർക്ക് വളരെ വിശാലമായ ലെഗ് റൂമും ഈ വാഹനം തരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വാഹനത്തിൻ്റെ പ്രധാന എതിരാളിയായ ഓൾട്ടോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. കുറച്ച് ക്രാംഡ് ആണെന്ന് തോന്നിക്കുന്ന സീറ്റിംഗ് പൊസിഷനാണ് ഓൾട്ടോയ്ക്കുള്ളത്. എന്നാൽ ആ കാര്യത്തിൽ വളരെ മുന്നിലാണ് ഈ വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, ഒരു i10 ഓടിക്കുന്ന അതേ ഒരു വിസിബിലിറ്റി എല്ലാം ഈ വാഹനം തരുന്നുണ്ട്. ഇയോണിൻ്റെ പിൻഭാഗത്തെ സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് ഇയോൺ ഉള്ളതെങ്കിൽ പോലും ഉൾഭാഗത്ത് അല്ലെങ്കിൽ പിൻഭാഗത്ത് ഹെഡ് റൂമിന് യാതൊരു കുറവുമില്ല. വളരെ ഉയരമുള്ളവർക്ക് പോലും സുഖമായിട്ടിരിക്കാം. ഇപ്പോൾ മുൻഭാഗത്തെ സീറ്റുകൾ അല്പം മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെപ്പോലെ അത്യാവശ്യം ഉയരമുള്ള ഒരാൾക്ക് സുഖമായിരിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ആ സീറ്റ് അല്പം പുറകിലേക്ക് വരുമ്പോൾ കാലുകൾ ഈ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലേക്ക് വെക്കേണ്ടി വരുമെന്നുള്ളത് സത്യമാണ്. എങ്കിലും നമ്മളൊരു സ്മോൾ കാറിനെയാണ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. പിന്നെ ഒരു ചെറിയ പ്രശ്നം തോന്നിയത് ഈ സീറ്റ് അല്പം താഴ്ന്ന പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് തുടയുടെ സപ്പോർട്ട് അല്പം കുറവാണെന്നുള്ളതാണ്. ദീർഘദൂര യാത്രകളിൽ അല്പം കൂടി തുട സപ്പോർട്ട് കാലുവേദന എടുക്കാതിരിക്കുന്ന കാര്യത്തിൽ ഗുണം ചെയ്യുമെന്നുള്ള സത്യമാണ്. അത് സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി മറ്റും അല്പം ഒന്ന് മാറ്റി അത് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കി എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിളാണ് പിൻഭാഗത്തെ ഇരിപ്പ്. ഈ ഒരു വിലയും അതുപോലെ തന്നെ ഈ ഒരു വലിപ്പവും വെച്ച ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്നുള്ളത് ഹ്യുണ്ടായുടെ കാര്യത്തിൽ വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഇനി ഉൾഭാഗത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓടിച്ചു നോക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു സിറ്റി ഡ്രൈവിങ്ങിന് പറ്റുന്ന വാഹനമാണോ ഇയോൺ എന്ന് നമുക്കൊന്ന് വാഹനം ഓടിച്ചു നോക്കാം. 800 cc ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യുണ്ടായി ഇയോണിൻ്റെ എൻജിൻ കപ്പാസിറ്റി.
കൃത്യമായി പറഞ്ഞാൽ 814 cc എന്ന് പറയാം. 56 bhp എഞ്ചിനാണിത്. നമ്മൾ ഇതുവരെ ഈ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് മാരുതിയുടെ ഓൾട്ടോയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരുന്നത് ഓൾട്ടോയുടെ എഞ്ചിനുമായിട്ടാണ്. ഓൾട്ടോയുടെ എഞ്ചിനിൽ ഏകദേശം ഒരു 8-9 മാസം മുമ്പ് കാര്യമായ പരിവർത്തനം വന്നിട്ടാണ് കെ സീരീസിൽപ്പെട്ട K10 എന്ന് പറയുന്ന എഞ്ചിൻ ഓൾട്ടോയിൽ ഫിറ്റ് ചെയ്തത്. ആ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ആ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ഈ എഞ്ചിനില്ല എന്നുള്ളൊരു സത്യമാണ്. തന്നെയുമല്ല കുറച്ച് സൗണ്ടും കൂടുതലുണ്ട്, ഒരല്പം വൈബ്രേഷൻ കൂടുതലുണ്ട് കെ സീരീസിൻ്റെ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ്, അങ്ങനെ അല്ലാത്ത ഒരു കമ്പാരിസൺ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നവുമല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എഞ്ചിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ വളരെ ചെറിയൊരു ലാഗ് എഞ്ചിനുണ്ട്. എന്നാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന ഗിയറുകളിലേക്ക് പോകുമ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാകുന്നു. വളരെ മികച്ച ഒരു സിറ്റി കാറായിട്ട് ഇയോൺ മാറുകയും ചെയ്യുന്നു. വളരെ മികച്ച മിഡ് റേഞ്ച് ടോർക്കാണ് ഈ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് എൻജിൻ എപ്പോഴും ഏറ്റവും സുന്ദരമായി പെർഫോം ചെയ്യുക സിറ്റി റോഡുകളിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ മൈലേജാണ്. നമുക്ക് ഇന്നിപ്പോൾ ഈ വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇതിൻ്റെ ARAI സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 21.7 km/ലിറ്ററാണ്. അതുപോലെ തന്നെയാണ് കോർണറിങ് എബിലിറ്റി. നമ്മളിപ്പോൾ നമ്മൾ വിഷ്വലിൽ തന്നെ കണ്ടു കാണും. നമ്മൾ വളരെ മോശമായിട്ടുള്ള ഒരു മൈതാനത്ത്, വളരെ ഉരുളം കല്ലുകളും മറ്റുള്ള മൈതാനത്ത് വളരെ കാര്യമായ രീതിയിൽ വാഹനം ഒന്ന് ഓടിച്ചു നോക്കി, അഥവാ കോർണർ ചെയ്ത് നോക്കി, വളവുകൾ വീശി നോക്കി. അപ്പോഴൊക്കെ വളരെ മികച്ച സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും ഈ വാഹനം തന്നു. അപ്പോൾ അതുമെല്ലാം സാധാരണ നമ്മുടെ റോഡുകൾ എപ്പോഴും ഒരു മത്സര ഓട്ടത്തിന് വേദിയാകുന്ന റോഡുകളാണ്. അതുപോലെ വളരെ മോശം റോഡുകളാണ്, വളരെ തിരക്കുള്ള റോഡുകളാണ്. അത്തരത്തിലുള്ള എല്ലാ റോഡുകളിലും മികച്ച സ്റ്റെബിലിറ്റിയും ഹാൻഡ്ലിങ്ങും ഈ വാഹനം തരുന്നു എന്നുള്ളതും കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇന്ത്യയിലെ സ്മോൾ കാറുകളിലെ ഏറ്റവും മനോഹരമായ ഡാഷ്ബോർഡും ഇൻറ്റീരിയറുമാണ് ഈ വാഹനത്തിനുള്ളത്, ഹ്യുണ്ടായി ഇയോൺ ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച വിസിബിലിറ്റി എന്നീ കാര്യങ്ങളിലും ഹ്യുണ്ടായി ഇയോൺ വളരെ മുന്നിലാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 21.7 km സർട്ടിഫൈഡ് മൈലേജ് ഉണ്ട്. കൂടാതെ ഈ ഒരു ചെറിയ കാറിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള വളരെ മികച്ച ഇൻറ്റീരിയർ സ്പേസുമുണ്ട്. പിന്നെ ഹ്യുണ്ടായുടെ കാര്യത്തിൽ സാൻഡ്രോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്മോൾ കാറുകളിലൊന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി എന്നുള്ളത് കൊണ്ട് ചെറിയ വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഹ്യുണ്ടായുടെ ശേഷിയിൽ നമുക്ക് യാതൊരു സംശയവും തോന്നേണ്ട കാര്യവുമില്ല. തീർച്ചയായും മാരുതിയുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു മറുപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മാരുതി എപ്പോഴും ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ മത്സരം മുറുകാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് ഇയോൺ എത്തിക്കഴിഞ്ഞു.